എൻ കെ പ്രേമചന്ദ്രൻ നമുക്കറിയാം 96-ല് 98-ല് ഒക്കെ മത്സരിക്കുന്നു. 4 തവണ പാർലമെന്റിൽ എത്തിയ വ്യക്തിയാണ്. മുകേഷ് ഏട്ടൻ എൻ കെ പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചെങ്കൊടിയുടെ കീഴിൽ നിന്നപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് വോട്ട് ചെയ്ത് കാണും. അതിനുശേഷം വോട്ട് ചെയ്തിട്ടില്ല. അപ്പോ എങ്ങനെ വോട്ട് ചെയ്യും? ഒരിക്കലും വോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോ ഒരിക്കൽ വോട്ട് ചെയ്ത വ്യക്തിക്കെതിരെയാണ് ഇപ്പൊ മുകേഷ് ഏട്ടൻ മത്സരിക്കുന്നത്. എന്തോ ഒരിക്കൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വ്യക്തിക്കെതിരെയാണ് മുകേഷ് ഏട്ടൻ ഇപ്പൊ മത്സരിക്കുന്നത്. അതും കൂടെ ചേർന്നിട്ടാണ്, ഞാനല്ല, നാട്ടുകാര് മനസ്സിലാക്കിയിട്ടാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ചാഞ്ചാടിയും അങ്ങനെ മാറിയും തിരിഞ്ഞു നിൽക്കുന്നവരല്ല. യഥാർത്ഥത്തിൽ ആദർശത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരുടെ ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. എൻ കെ പ്രേമചന്ദ്രന് ഇത്തവണ തിരിച്ചടിയാകും, അല്ലെങ്കിൽ ഇത്തവണ പ്രേമചന്ദ്രനെ ഉപേക്ഷിച്ച് ജനങ്ങൾ മുകേഷ് ഏട്ടനോടൊപ്പം നിൽക്കും എന്ന് തോന്നുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? അത് ജനങ്ങളോട് തന്നെ ചോദിക്കണം. അവർക്ക് ഒരുപാട് കാരണങ്ങൾ കാണും. അല്ലെങ്കിൽ ഈ ആവേശം കാണേണ്ട ആവശ്യമില്ലല്ലോ. ഈ നട്ടുച്ചയ്ക്ക് 40 ഡിഗ്രി സെന്റിഗ്രേഡില് റോഡില് കാത്തു നിന്നിട്ട് കൈ കാണിക്കാനും ഷേക്കാൻഡ് തരാനും അവര് മുതിരത്തില്ലല്ലോ. കടുത്ത മത്സരമാണല്ലോ. അപ്പോ മുകേഷ് ഏട്ടന് വേണ്ടി ആരൊക്കെ ഈ മണ്ഡലത്തിൽ ഇറങ്ങും? സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരൊക്കെ എത്തുമോ? ആരൊക്കെ ഉണ്ടാകും? ആരൊക്കെ പ്രതീക്ഷിക്കണം മണ്ഡലം? എതിർ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതനുസരിച്ച് അവര് 2 പേരെ ഇറക്കിയാൽ ഞാൻ 4 പേരെ ഇറക്കും. അത് തന്നെ തീരുമാനിക്കും. നമ്മൾ ചുമ്മാ ഇറക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവര് ഇറക്കട്ടെ ആദ്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇറക്കി, എന്നെ ഒരുപാട് പ്രാവശ്യമൊക്കെ കാണാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവരൊന്ന് 2 നല്ല ആൾക്കാരെ ഇറക്കുമ്പോൾ അതിന്റെ കാട്ടി നല്ല ആൾക്കാരെ നമ്മൾ ഇറക്കും. അതാണ് എന്റെ തീരുമാനം. ഇവിടെ മണ്ഡലത്തിൽ ഇപ്പോ സിനിമാ നടൻ മുകേഷ് ആണെങ്കിലും പ്രേമലു പോസ്റ്റർ എതിർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. സിനിമാ നടനായതുകൊണ്ടാണോ അതങ്ങനെ, അതോ നിർമ്മാതാവ് അതിന്റെ പിന്നണിയിലുള്ളത് കൊണ്ടാണോ? അപ്പൊ നമുക്ക് ആ രീതിയിൽ ഉള്ള പ്രചരണങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അല്ല, അതൊന്നും ഇപ്പൊ ഞാനിപ്പം പിന്നെ വെടിവെച്ചിട്ട് ടോന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മുന്നണിക്കും വലിയ അലർജിയാണ്. പണ്ട് മുതലേ കലാകാരൻ, ഇവിടെ 2 പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് ജയിച്ചപ്പോഴും കലാകാരൻ, സിനിമാക്കാരൻ 1748 കോടി രൂപയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവന്നപ്പോഴും കലാകാരൻ ഇതൊക്കെ സംഭവിക്കാമല്ലോ. എന്നിട്ട് അവസാനം എന്താ പറ്റിയത്? കലയിൽ കുഴപ്പമാണ്, ആൾക്കാർക്ക് കലാകാരന്മാരെ ഇഷ്ടമാണെന്നുള്ള എവിടെയോ ഒരു പോയിന്റ് മനസ്സിലാക്കിയതിനു ശേഷം ഒരു സിനിമയുടെ പേരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു പ്രേമലു. ഇവർക്ക് വേറെ എത്രയോ രാഷ്ട്രീയ പദങ്ങളുണ്ട്, അതൊക്കെ കൊണ്ടുവന്നൂടെ? അപ്പൊ എന്താണ്? കല തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതും കലയും കലാകാരനുമാണ്. അത് നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്. ഇവിടെ ഇപ്പോ ഇന്നസെന്റ് ചാലക്കുടി MP ആയി ആ ഒരു ചരിത്രമുണ്ട്. മുകേഷ് ഏട്ടൻ ആ ഘട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ വലിയ സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നല്ലോ. എന്തെങ്കിലും MP ആവുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു? ഒന്നിനെ പറ്റി ഞാൻ ആലോചിച്ചില്ല. ഞാൻ ഒരു ഫിലിം ആക്ടർ എന്നുള്ള നിലയിലാണ് എന്റെ, അതിനകത്ത് നാടകമുണ്ട്, TV ഉണ്ട്, കലാകാരൻ എന്നുള്ള രീതിയിലായിരുന്നു എന്റെ മുന്നോട്ടുള്ള യാത്ര. സജീവ കലാകാരനായിരുന്നു, എന്നാൽ സഹയാത്രികനായിരുന്നു. രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പം MLA ആയിട്ട് നിന്നു. തോൽക്കുമെന്ന് പറഞ്ഞു, ആദ്യം ജയിച്ചു. വീണ്ടും ഉഗ്രമായിട്ട് തോക്കുമെന്ന് പറഞ്ഞു, ഉഗ്രമായിട്ട് ജയിച്ചു. ഇപ്പോൾ വീണ്ടും MP സ്ഥാനാർത്ഥിക്ക് പാർട്ടി പറയുന്നു നിങ്ങളെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാര്യം കൊല്ലത്തിനെ സേവിക്കാനും കൊല്ലത്തിന്റെ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരു കൊല്ലംകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്ന കണക്ക് വേറൊരു കൊല്ലത്തിന് പുറത്തുള്ള ഒരാൾ വന്നിട്ട് ഞാൻ കൊല്ലംകാരനാണേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് നോ എന്ന് പറയുന്നത്?